ഇന്ന് വാഴയില കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ ഷോപ്പിലൊന്നും അങ്ങനെ വാഴയില കിട്ടില്ല. സ്ട്രീറ്റിലൊക്കെ വല്ല ആൾക്കാരൊക്കെ വിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇത് കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇന്നത്തെ സ്പെഷ്യൽ അട തന്നെയെന്ന്. അപ്പോൾ ഗോതമ്പ് അടയാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ ആദ്യം കുറച്ച് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുപഴം ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കാം. ചെറുപഴം നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിനനുസരിച്ച് ഇതിലേക്ക് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലൂസാക്കി കുഴച്ചെടുക്കാം. ഈ ചെറുപഴം ചേർത്തിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നതെങ്കിൽ അത് സ്റ്റീം ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേകതരം സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഫില്ലിങ്സിലേക്കുള്ള പരിപാടി നോക്കാം. ആദ്യം 2 ഏലക്കായ ഇത്തിരി പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് അത് നമ്മുടെ തേങ്ങ ചിരകിയതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പൊടിയുള്ള ശർക്കര മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ ശർക്കരപ്പാനി ആയാലും മതി. ഇനി അതിലേക്ക് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ അട കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു വാഴയിലയിൽ നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വാഴയിലയിൽ ആദ്യം കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ പ്രത്യേകതരം സ്മെല്ലുണ്ടാവും. ഇപ്പോൾ ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി പരത്തിയിട്ട് അതിൽ ഫില്ലിങ്സും കൂടെ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇനി നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. പിന്നെ നമ്മൾ ഒത്തിരി എണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്കത് ശരിക്കും കുക്കായി കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എണ്ണം വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ കോളാവാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ.